നാട്ടിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാരെയും നല്ല ഇടത് സഹയാത്രികരെയും കണ്ടാൽ നല്ല അസലായി ചിരിച്ചോളാൻ പാർട്ടിക്കാരോട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. നാട്ടിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രതീക്ഷ UDF ആണെന്നും അവരെല്ലാവരും വോട്ട് ചെയ്തത് നമുക്കാണെന്നും സതീശൻ പറയുന്നുണ്ട്. എറണാകുളത്ത് ജയിച്ച സ്ഥാനാർത്ഥികൾക്കായി നൽകിയ സ്വീകരണ ചടങ്ങിലായിരുന്നു നേതാവിന്റെ നിർദ്ദേശം. 1500ഓളം വരുന്ന ജയിച്ച സ്ഥാനാർത്ഥികൾക്കായി ഖദർ ഷോളും ചടങ്ങിൽ അണിയിച്ചു. പ്രവർത്തകരെല്ലാവരും പാർട്ടിക്ക് വിധേയരാകണമെന്ന് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. വിജയിച്ചത് പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണെന്ന് വി.ഡി. സതീശനും പറഞ്ഞു. സംസ്ഥാനത്ത് 2 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ കുതിപ്പാണ് UDF നേടിയത്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ UDF തികഞ്ഞ ആധിപത്യം നേടി. ജില്ലാ പഞ്ചായത്തിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമെത്തി. 86 മുനിസിപ്പാലിറ്റികളിൽ 54 എണ്ണവും UDF സ്വന്തമാക്കി. LDFന് 28 എണ്ണമേ നേടാനായുള്ളൂ. ഇതിന് പിന്നാലെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം CPMന് കണക്കിന് കൊടുക്കുന്നത് ഒരു ശീലമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. വി.ഡി. സതീശന്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. ഇപ്പോ ഇവിടെ പറഞ്ഞു SIR വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. നിങ്ങൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ ആരാണ്? ഓരോ ബൂത്തിലും നിങ്ങളുടെ വാർഡിൽ എത്ര ബൂത്ത് ഉണ്ടെങ്കിൽ ആ ബൂത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ബൂത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന 2002 മാനദണ്ഡം. 2002 ശേഷം വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്ന എല്ലാവരും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ നീക്കം ചെയ്യപ്പെട്ട എല്ലാവർക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? അന്വേഷിക്കണം. നോട്ടീസ് കൊടുത്ത എല്ലാവരും അത് പൂരിപ്പിച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? പിന്നെ വിവാഹം കഴിച്ചൊക്കെ പോയ ആളുകളുടെ പേരിൽ കുറെ പേരുകൾ നീക്കം ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് വോട്ട് ചെയ്യേണ്ട ആരെങ്കിലും നീക്കം ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വോട്ട് ചേർക്കണം. BLA ഇവിടെ ഷിയാസ് പറഞ്ഞതുപോലെ BLOയുമായി ബന്ധം സ്ഥാപിക്കണം. BLA ഇല്ലാത്ത സ്ഥലത്ത് അതിന് പകരം സംവിധാനം ഏർപ്പെടുത്തണം. BLOമാരുമായി ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ നല്ല ബന്ധം ഉണ്ടാക്കി ചിലപ്പോൾ ഭയങ്കര CPMകാരൊക്കെ ഉണ്ടാവും അവിടെ, ചില സ്ഥലത്ത് കുത്തിത്തിരിപ്പുണ്ടാവും. അവരോട് പറഞ്ഞേക്കണം, ഈ SIR പ്രക്രിയയിൽ BLOമാരെന്ന നിലയിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ കാണിച്ചാൽ അവരുടെ ജോലി കളയുന്നു. ഉറപ്പായിട്ട് അവർക്ക് പരാതി, അവരെ സംബന്ധിച്ച് പരാതി രാഷ്ട്രീയമായി വോട്ടർ പട്ടിക ക്രമപ്പെടുത്തുന്ന ഈ SIRന്റെ സമയത്ത് എന്തെങ്കിലും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഔദ്യോഗിക ജോലിയാണ്, അത് തെറ്റിച്ച് BLOമാർ രാഷ്ട്രീയം കാണിച്ച് ക്രമക്കേട് കാണിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് അവരോട് ജനപ്രതിനിധി എന്നുള്ള പറയും, ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി, DCC പറഞ്ഞാൽ മതി, നമ്മൾ അവർക്കെതിരെ പരാതി കൊടുക്കും. പരാതി കൊടുത്തവരുടെ ജോലി കൂടി കളയും ഉറപ്പായിട്ട്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കാൻ പാടില്ല. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അവരോട് മര്യാദയ്ക്ക് അവരെ ജോലി ചെയ്യാൻ പാടില്ല. അവരുമായിട്ട് നമ്മളെ BLMമാർ സഹകരിച്ച് പൂരിപ്പിച്ച് കൊടുക്കാനുള്ള മുഴുവൻ അപേക്ഷകളും കൊടുക്കണം. ഇനി കേറാതെ പോയേക്കുന്ന വോട്ടുകളുടെ ലിസ്റ്റ് എല്ലാ ബൂത്തിലും എടുക്കണം. നിങ്ങൾ നന്ദി പറയാൻ ഇനി പോകുന്ന കൂട്ടത്തിൽ വീടുകളിൽ പോയില്ലേ, പോണം, നന്ദി പറയാൻ പോയിരിക്കരുത്. കേരി ഓക്കെ എന്ന് പറയരുത്. പാലക്കെ കൂടി പോയി വീടുകളിൽ പോയി അവരോടൊക്കെ നന്ദി പറയണം. വോട്ട് ചെയ്യാത്ത വീട്ടിലും കയറി നന്ദി പറഞ്ഞേക്കണം. മനസ്സിലായോ? ചെന്ന് പറയണ കൂട്ടത്തിൽ ഈ അവരുടെ നമുക്ക് വോട്ട് ചെയ്യുന്ന വീടുകളിൽ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വോട്ട് ചെയ്യണ വീടുകൾ മാത്രം ശ്രദ്ധിച്ചാൽ ഈ വോട്ട് കയറിയിട്ടുണ്ടെന്ന് നോക്കണം. ഈ വോട്ട് കയറിയിട്ടില്ലെങ്കിൽ അത് കയറാനുള്ള സംവിധാനം ചെയ്യണം. സംഘടനാപരമായ സംവിധാനം നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന എല്ലാ സ്ഥലത്തും സംഘടനാപരമായ സംവിധാനം ശക്തി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. സംഘടനയെ കൂടി സഹായിക്കുകയും അതിന്റെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ട നിങ്ങളാണ്. നിങ്ങൾക്കാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. ആ കാര്യം ഏറ്റെടുക്കണം എന്നാണ് പറയാനുള്ളത്. ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. നമുക്കറിയാം UDF എന്ന് പറയുന്നത്, ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി മാത്രമല്ല ഇന്നത്തെ UDF. അവിടെയാണ് UDFനെ വിലയിരുത്തുന്നതിൽ പലർക്കും പരാജയപ്പെട്ടത്. അതുകൊണ്ടാണ് കുറെ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല UDF. ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയുന്നു, 2016 2021 ഒന്നും നമ്മുടെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ, ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ UDFന്റെ കൂടെയുണ്ട്. അതാണ് ഈ വിജയത്തിന്റെ രഹസ്യം. വെറും UDF അല്ല മത്സരിച്ചത്.
ഇന്ന് ആ UDF എന്ന് പറയുന്നത് ഈ പാർട്ടികളുടെ കോൺഫെഡറേഷൻ അപ്പുറം ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. അങ്ങനെയാണ് UDFനെ ഇനി കാണേണ്ടത്. ഒരുപാട് ആളുകളുണ്ട് ഈ കക്ഷികൾക്ക് അപ്പുറം, ഒരുപാട് ആളുകളുണ്ട്. അതിൽ എൻ്റെ ഏറ്റവും സന്തോഷകരമായ കാര്യം, നിരവധി വർഷങ്ങളായി ഇടതുപക്ഷ സഹയാത്രികരായി നടന്ന കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ, എന്നുവെച്ചാൽ അവർ പാർട്ടി മെമ്പർമാരൊന്നും ആയില്ല, പക്ഷെ ഇടതുപക്ഷത്തിനെ അവർക്ക് ഇഷ്ടമായിരുന്നു. ഇടതുപക്ഷം വന്നാൽ നല്ലതാണ് എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ, ഇടതുപക്ഷം അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരുപാടും ചെയ്യും എന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ഇടതുപക്ഷ സഹയാത്രികർ. അവരിൽ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, സമൂഹത്തിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്, ഒപ്പീനിയൻ മേക്കേഴ്സ് ഉണ്ട്, അതായത് അഭിപ്രായ രൂപീകരണം നടത്തുന്ന ആളുകളുണ്ട് ജനങ്ങളുടെ. അത്തരം ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ UDFന്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുണ്ട്. ഞാൻ വെറുതെ പറയല്ല, ഞാൻ പല സ്ഥലത്തും ചെന്ന് പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ നിങ്ങൾ ചിരിച്ചോളാൻ പറഞ്ഞു. കാരണം നല്ല കമ്മ്യൂണിസ്റ്റുകാർ പലരും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് വോട്ട് ചെയ്തത്. നിങ്ങൾ സംശയം നോക്കിക്കോ, ഈ ഇലക്ഷന്റെ റിസൾട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നോക്കിക്കോ. ഞാൻ 14 ജില്ലകളിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോഴും ചിരിച്ചോ, നല്ല ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോഴും ചിരിച്ചോളാം. അവർ നമുക്കാണ് വോട്ട് ചെയ്തത്. അവരുടെ എല്ലാ പ്രതീക്ഷയും, CPMലെ എല്ലാ പ്രതീക്ഷയും, LDFലെ എല്ലാ പ്രതീക്ഷയും അവർക്ക് നശിച്ചു. അവരുടെ പ്രതീക്ഷ ഇനി UDF ആണ്.